വായിക്കാൻ പറ്റാത്ത ബാക്കി വായിച്ചു കൊടുക്കാനാ പറഞ്ഞത്. വായിക്കാൻ പറ്റുമോ മാന്യന്മാർക്ക്? ആളുകളെ മുന്നിൽ വെച്ച് വായിക്കാൻ പറ്റാത്ത ബാക്കി എഴുതി വെച്ചിട്ട് വായിക്കണമെന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് നമ്മൾ വായിച്ചു കൊടുത്തു അല്ലേ? എന്ത് ഉഷാറായിട്ടാ മൂപ്പര് വ്യാഖ്യാനിച്ചത്. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കണ്ണില്ല, ഉള്ളത് അല്ലാഹു മാത്രമാണ്. ലാ പല്ല ഇല്ലല്ലാ, ലാ തല ഇല്ലല്ലാ, വാല ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, അല്ലാഹുവാണ് ഉള്ളത്. അത് ഔലിയാക്കന്മാരുടെ ഭാഷയാണ്. അതിനെപ്പറ്റി ഉമർ ഖാദി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഔലിയാക്കന്മാർ അങ്ങനെ പലതും പറയും. അത് മാത്രമല്ല, അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് ആ ബുക്കിന്റെ ഇപ്പുറത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. മൗലവി അത് നോക്കാൻ നിന്നില്ല. എന്തൊക്കെ നായ പറഞ്ഞത്. പക്ഷെ മൂപ്പരെ വിട്ടില്ല, ഓടിച്ചു പുറകെ പാത്തടിപ്പാർന്ന് ഓടി 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 മൂപ്പര് കറങ്ങി അവസാനം പയ്യന്നൂര്, ഒസങ്കടി, ഇടമുട്ടം, അങ്ങനെ മൊത്തം കറങ്ങി ഇങ്ങനെ വന്നപ്പോ അവസാനം എത്തിയപ്പോ എന്താ പറയുക, ഇപ്പോഴാ മൂപ്പർക്ക് ബോധം വീണത്. മൂപ്പര് സത്യം പറഞ്ഞിട്ട് ഇപ്പൊ കേട്ടോ. ഈ എന്താണ് അയാളുടെ പേര്? കേവിയും ബന്ധാവ്. അയാളൊരു അറബിക്ക് മനുഷ്യയാണ്, ഒരു ചെറിയ മാനസിക രോഗിയാണ്. ഈ പുസ്തകം എഴുതി അയാൾ ചെറിയ മാനസിക രോഗിയാണ്. അയാൾ മാനസിക രോഗിയാണെന്ന് അറിയാത്ത ഏതെങ്കിലും മൊയ്ലിയാര് ചിലപ്പോൾ അയാൾ ഭയങ്കര മൊയ്ലിയാരെന്ന് ചിലപ്പം പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ എഴുതിയിട്ട് വരാം. ഇതുപോലെ ഇമാം ബുഖാരി ഒരാൾ ലൈഫാന്ന് പറയുമ്പോ വേറെ ഇമാം മുസ്ലിം ചിലപ്പോ അയാൾ സഹിയാണെന്ന് പറഞ്ഞു തരും. കാരണം ലൈഫാന്നുള്ള വിവരം ഇമാം മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു മൊയ്ലിയാര് ഇയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണ് നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ട. അല്ല, അയാളെ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് അറിയുന്നുണ്ടാ പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം ഒരു അറബിക്ക് മനുഷ്യയാണ്, മാനസിക രോഗിയാണ്. ഈ പുസ്തകത്തിൽ എഴുതണ്ടെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എന്റെ പെണ്ണോണ്ട് വലത് എഴുതി പോകുന്നു. ഇതിൽ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാനസിക രോഗിയായ മൗലവിന്റെ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ആള് ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ, ഇതാ സുന്നികളെ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ സുന്നികളെ, ഞങ്ങളാരും അങ്ങനെ ഇല്ലാറില്ല. സഹോദരങ്ങളെ, എങ്ങനെയുണ്ട്? ഇതിനെന്താ പേര് പറയേണ്ട? പേരോടുമല്ലേ അല്ലേ? ഈ പത്തരിപ്പാർത്തി ഇടപ്പള്ളിയിലായതുകൊണ്ട് എനിക്ക് വാശിയുണ്ടെന്ന് കാണിച്ചു കൊടുക്കണോ? മാറ്റം എത്ര ഉണ്ട് നോക്ക്. പത്തടി ഓടിയതാ, മാറ്റം എത്ര ഉണ്ട്? ഉപ്പുർ റസൂല് ഞങ്ങൾ അർത്ഥം മാറ്റം ഉണ്ടാവും, പേരോടിനല്ല, പലർക്കും മാറ്റം ഉണ്ടാവും. മനസ്സിലായില്ലേ? അവസാനം പറഞ്ഞ മാനസിക രോഗിയ തെളിവെന്താ? എഴുതണ്ട എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ അറിയാതെ എഴുതിപ്പോകും. അതാ മാനസിക രോഗി തെളിവ്. അങ്ങനെ മൂപ്പരാകനല്ലേ, പറയണ്ട എന്ന് ഞാൻ വിചാരിക്കും, അറിയാതെ പറഞ്ഞു പോകും അല്ലേ? അതല്ലേ ഇപ്പൊ സംഭവിച്ചത്. പത്തടിപ്പാലത്ത് പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങ് മാഹിയിലെത്തിയപ്പോ പറഞ്ഞുപോയി. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ തെളിവ്, മാനസിക രോഗിയാണ്. അല്ലേലും ഇവർക്ക് കൂട്ടത്തിൽ ഒരു അല്പം ഇതില്ലാത്ത ആൾക്കാരെ പറ്റൂല. ഏത് ഇച്ചിരി അരപ്പിരി ആകണം. സുന്നത്ത് മാസിക വീരാനൊരിയാപ്പാപ്പായെ പറ്റി എഴുതി വെച്ചു. മൂപ്പരുടെ യോഗ്യത പറഞ്ഞെന്നറിയോ? വായിക്കാൻ പറ്റൂല സഹോദരങ്ങളെ, വായിക്കാൻ പറ്റില്ല. അക്കോലത്തിൽ എന്താണെന്നറിയോ മൂപ്പരുടെ പ്രത്യേകത? മഴയില്ലാതെ വന്നപ്പോ വീരാൻ ഒരിയാപ്പാപ്പല്ലേ, ആളുകൾ അവിടെ ചെന്നപ്പോ മൂപ്പരെന്നറിയോ ഉടുതുണി അങ്ങ് പൊക്കി നിന്നങ്ങ് മുള്ളി. അതാ വരുന്നു തകർപ്പൻ മഴ. സുന്നത്ത് മാസികയിൽ എഴുതി വിട്ടതാ. അത് നമ്മൾ അരപ്പിരി വേണം, കൂട്ടത്തിൽ എന്തായാലും കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ കേവിയം ബന്ധാവൂര് അത് ഔലിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആള് പിന്നെന്തെടുക്കാണ്? മഹദൂമി മാനസിക. ഇപ്പൊ പുതിയ കണ്ടുപിടുത്താണ്. തങ്ങൾക്കെതിരെ പറയുന്നവരൊക്കെ എന്തെടുക്കുക? തള്ളുക. തങ്ങൾക്കെതിരെ പറയുന്ന ആരുണ്ടോ അവരെയൊക്കെ തള്ളുക അല്ലെ? ഒസംകുടി വാദപ്രതിവാദത്തിനും പറ്റി മൂപ്പർക്കത്. കാര്യം വെച്ചാൽ മഹദൂമി, തിരുവങ്ങാടി വലിയ കാലി മഹദൂമി, ആ മഹദൂമിയെ നമുക്കറിയാം. മഹദൂമിയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം കാദിയായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെയുള്ള AP സമസ്തക്കാരെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ആര്? മഹദൂമി. ആ മഹദൂമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരിഭാഷയിലുള്ള ചില തെളിവുകൾ ഒസംകൊടി സംവാദത്തിന് മുജാഹിദുകൾ വായിച്ചപ്പോ മൂപ്പരെടുത്തിട്ട് പറയാണ്, ആരാണ് മഹദൂമി? ആരാണ് മഹദൂമി? മഹദൂമിനെ മൂപ്പർക്ക് അറിഞ്ഞൂടാ. മൂപ്പരെ പറയുന്ന ഭാഗം ഒന്ന് കേൾക്കുക. മൂപ്പരെ തള്ളുക, മഹദൂമിയെ തള്ളുക. പിന്നെ ഏതോ ഒരു മഹദൂമി എഴുതിയിട്ടുണ്ട്. മഹദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്. നിങ്ങളാണ് അത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളെ സംഘടനയുടെ ആരാണ് മഖ്ദൂമി? ഞങ്ങളെ സംഘടനയുടെ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധകം? ഇത് നിങ്ങൾ KNMന്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി വായിക്കുന്നു.
സഹോദരങ്ങളെ, അപ്പൊ പറഞ്ഞു കേട്ടില്ലേ ആരാ മഹദൂമി, ഏതാ ഈ മഹദൂമി, ആരാണ് മഹദൂമി? അങ്ങനെ മഹദൂമിയെ മൂപ്പര് തള്ളോട് തള്ളി. അപ്പൊ ഇവരുടെ റിസാലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മഹദൂമിയുടെ പരിഭാഷ സുന്നത്തി ജമാഅത്തോട് 100% കൂറുപെടുത്തുന്ന പരിഭാഷയാണ് ഇവരുടെ റിസാല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂപ്പരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പുറത്തെ മുജാഹിദുൽ റിസാല എടുത്തു. അപ്പൊ അപ്പുറത്തെ അലവി ഇരിക്കണം. അലവി ഇങ്ങനെ എത്തി നോക്കി ഇപ്പുറത്തേക്ക്, എന്താ ഇവരെടുക്കണത്? അപ്പൊ കണ്ട് റിസാല. ഉടൻ തന്നെ അലവി ഒരു കുറിപ്പ് കൊടുത്ത് പേരോടില്ല. എന്താണെന്നറിയോ? റിസാലയിലെ പരസ്യം, റിസാലയിലെ പരസ്യം ഒരു കുറിപ്പ്. പേരോടെ നോക്കിയപ്പോ മൂപ്പര് വിചാരിച്ചു റിസാലയുടെ പരസ്യം പറയാനാ. മൂപ്പരോട് തന്നെ പറയാം നമ്മുടെ റിസാല വാസിക വാസിക വാരിക വാരിക വായിക്കണം പഠിക്കണം അതിനകത്ത് എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ മൂപ്പര് തന്നെ പറയട്ടെ. ഇവിടെ ഞാൻ പറയുന്നു ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മളെ മാസികയുണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. അപ്പൊ സംഗതി ഇതാ കോലം, ഇതാ കോലം. ഓരോന്നോരോന്ന് ഇങ്ങനെ വിശദാക്കി. ഞാൻ ഇതെന്താ കാണിച്ചതറിയോ? ഇവര് കയ്യൊടിയും കൗമിനെ. അത് ബോധ്യപ്പെടുത്താൻ ഇത്രയും കാണിച്ചത്. നിങ്ങളോട് ആവശ്യമില്ലാത്ത മുസ്ലിയാക്കന്മാര് പറയും അവസാനം ഇതാ കോലം, കയ്യൊഴിയും നിങ്ങളെ. അവസാനം നിങ്ങൾ നോക്കിയിട്ട് പറയും നിങ്ങൾ മാനസിക രോഗികളാണ്, നിങ്ങൾക്ക് വട്ടാറില്ല, ഞങ്ങൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് വരുമോ? നരകത്തിലെത്തുമ്പോ ശൈത്താൻ പറയും, ആളുകൾ കണ്ണുരുട്ട് ശൈത്താനോട്, ആ പഹയ നീ ഇവിടെ ഞങ്ങളെ നരകത്തിൽ കൊണ്ടിട്ട് ഇവിടെ ഒന്നിരിക്കുക. അപ്പൊ ശൈത്താൻ പറയും ഞാനെന്തേ ചെയ്തു? ഞാൻ നിങ്ങളെ വിളിച്ച്, അള്ളയും നിങ്ങളെ വിളിച്ച്, ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്റെ കൂടെ പോന്നു, അള്ള വിളിച്ചിടത്തേക്ക് നിങ്ങൾ പോയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട. വലിയ മോഫുസത്ത് നിങ്ങളെ പഴി പറഞ്ഞാൽ മതി, എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഈ കോലത്തിലെ മുസ്ലിയാക്കന്മാര് നാളെ പറയും ഞങ്ങൾ പറയണത് നിങ്ങളെന്തിനു വന്നു, നിങ്ങളെന്തിനു വന്നു? ഈ കോലമാണ് നമ്മൾ മനസ്സിലാക്കണം. കാര്യം എന്താ പറയുമോ? ഇവിടെ മുസ്ലിയാക്കന്മാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൗരോഹിത്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം സാമ്പത്തിക നേട്ടം, പ്രാസ്ഥാനികമായ നേട്ടം ഉണ്ടാക്കുക, രാഷ്ട്രീയപരമായ മുതലെടുപ്പ്. ഇപ്പൊ എല്ലാവരും വെള്ളാപ്പള്ളിയുടെ സ്വഭാവ. എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ഞാനതിൽ കടക്കുന്നില്ല. ആ നിലയ്ക്ക് എല്ലാവരും ഇപ്പോ നേതാക്കന്മാരാണ്, എല്ലാവർക്കും നേതാക്കന്മാർ. സാമുദായിക വോട്ട് 3-2 പേര് ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ബാക്കിയുള്ള മുസ്ലിം ഭൂരിപക്ഷത്തെ മുഴുവൻ വില പറയാം. ആ കോലത്തിൽ ഇപ്പൊ മുന്നോട്ട് ആയിക്കോട്ടെ. ആ നിലയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ നേട്ടങ്ങൾ, രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ആ മേഖല അങ്ങനെ ചിന്തിക്കുക, സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ശ്രദ്ധിക്കുക. അതിന് ദീന് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കുക. എല്ലാ രംഗത്തും നമുക്കത് കാണാൻ പറ്റും. എല്ലാ രംഗത്തും അല്ലെ. അവസാനം എടുത്തു റബീഉൽ കഴിഞ്ഞാൽ എന്താ? റബീഉൽ കഴിഞ്ഞാല് നബിദിനം, ഖുബുർ റസൂല്, മൗലൂദ്, റാത്തീബ്, ആ പേര്. അതുപോലെ തന്നെ പിന്നെ റമദാൻ മാസമായി കഴിഞ്ഞാല് ആ മാസത്തിന് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റണല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തെടുത്തറിയോ? റമദാനിലും റസൂലുള്ളാഹിയെ പിടിച്ചു. കാര്യം എന്താ? സലാത്ത് വാർഷികം നടത്തുക. അവിടെ നബിയോടുള്ള സ്നേഹം പറഞ്ഞാൽ മതിയല്ലോ. കാര്യം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാണ് എന്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹും അവന്റെ മലക്കുകളും റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു, അല്ലാഹ് നബിക്ക് വേണ്ടി സലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം റസൂലുള്ളാഹിക്ക് എല്ലാവിധ കാരുണ്യവും അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. മലക്കുകളാകട്ടെ അതിനുവേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലണേ. അല്ലാഹ് കൽപ്പിച്ചതാ. 1400 കൊല്ലങ്ങളായുള്ള മുസ്ലിങ്ങൾ സലാത്തും ചൊല്ലില്ല. 1400 കൊല്ലങ്ങളായുള്ള മുസ്ലിങ്ങൾ സലാത്തിനുള്ള പ്രശ്നമില്ല അല്ലേ? ഇപ്പൊ കുറച്ച് ആൾക്കാർ അതുകൊണ്ട് തട്ടിപ്പ്, അതുകൊണ്ട് പുതിയ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഉണ്ടാക്കി. എന്നിട്ടോ വിശുദ്ധ റമദാനിൽ 27 രാവിലെ സാധാരണക്കാരായ ആളുകള്, നബിയെ സ്നേഹിക്കുന്ന സാധാരണക്കാരെ വിളിക്കുക, വാ 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 ഇങ്ങോട്ടാ പാടത്തേക്ക് വാ. റമദാൻ 27 രാവിലെ, റമദാന്റെ അവസാനത്തെ 10 റസൂലുള്ളാഹി മുണ്ട് മുറുക്കി കൊടുത്ത് പള്ളിയിൽ എത്തിക്കാതിരിക്കുമായിരുന്നു. മലമൂത്ര വിസർജനം പോലുള്ള ആവശ്യത്തിനല്ലാതെ റസൂലുള്ളാഹി പുറത്തു പോയിരുന്നില്ല. മുഹമ്മദ് നബി കുടുംബക്കാരെയൊക്കെ വിളിച്ചോർത്തും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ. അങ്ങനെ പള്ളിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് എല്ലാരും വിളിച്ചിട്ട് പാടത്തേക്ക് എല്ലാം തലതിരിവേ ചെയ്യുള്ളൂ. കാര്യം എന്താ? പെരുന്നാളിന് പാടത്ത് പോവാൻ, ഈദ്ഗാഹിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് പറ്റൂല, നമ്മള് പള്ളിയിലേ കൂടുള്ളൂ, ഞങ്ങൾ പള്ളിയിലേ വെച്ചുള്ളൂ. ഓ എങ്കിൽ റമദാനിലെ അവസാനത്തെ പറ്റി പള്ളിയിൽ തന്നെ ഇരുന്നു, അത് പറ്റൂല.